ബേസിക്കലി എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായി വേണ്ട ചില നീഡ്സായി നാം പരിഗണിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭക്ഷണം, വെള്ളം, വായു, പാർപ്പിടം, വസ്ത്രം. പക്ഷേ ഇവയെല്ലാം നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ആണെന്ന് കാണാം. ഓക്കെ, ഇനി അല്പം സ്പിരിച്വൽ നീഡ്സിനെ പറ്റി ആലോചിച്ചാലോ? ഇങ്ങനെ അടിസ്ഥാനപരമായി വേണ്ട ആത്മീയ ആവശ്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനം. നമ്മുടെ ആത്മാഭിമാനത്തെ ഉയർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന 4 എളുപ്പ വഴികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, റെക്കോർഡ് യുവർ സ്റ്റോറി. ആത്മാഭിമാനത്തെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരുപാട് ഡയമെൻഷൻസിനെ നമുക്ക് കാണാം. അതിങ്ങനെ ആത്മവിശ്വാസം മുതൽ നമ്മുടെ അവകാശ ബോധം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ലിസ്റ്റാണ്. പക്ഷേ ആക്ച്വലി സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള ധാരണ. ഇറ്റ് ഈസ് ജസ്റ്റ് ഹൗ യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ തന്നെ പോസിറ്റീവായ അതേസമയം നെഗറ്റീവായ എല്ലാ ആസ്പെക്റ്റുകളോടും നിങ്ങളുടെ മനോഭാവം അഥവാ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകെ തുകയാണ് സെൽഫ് എസ്റ്റീം. നാം എല്ലാവരും തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നായിരിക്കും നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ. ആ കൺഫ്യൂഷൻ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി മാത്രമാണ് തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസരങ്ങളെല്ലാം നിങ്ങൾ സ്വയം വിമർശിക്കുകയും അതിൽ മാത്രം ആഴ്ന്നു പോവുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഓർത്ത് തന്നെ അഭിമാനിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. ഇതെല്ലാം മനഃപൂർവ്വം അങ്ങ് മറക്കും. എന്നിട്ട് നിങ്ങളെപ്പറ്റിയുള്ള ആകെ 1-2 നെഗറ്റീവുകൾ നിങ്ങൾ ഇങ്ങനെ മൈൻഡിലിട്ട് പിന്നെയും ആലോചിച്ചു കൊണ്ടേയിരിക്കും. സോ നമ്മുടെ പോസിറ്റിവിറ്റി റീഗെയിൻ ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു ഇതുവരെ എന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് നമ്മെ ഓർത്ത് അഭിമാനിക്കാൻ, നമ്മെ തന്നെ ഓർത്ത് സന്തോഷിക്കാൻ, നമ്മെ തന്നെ സ്നേഹിക്കാൻ, അതിലെല്ലാം കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ വെറുതെ സന്തോഷിക്കാൻ മാത്രമല്ല, നമുക്ക് വളരെ പ്രൊഡക്റ്റീവായി തുടരാനുള്ള ഒരു മോട്ടിവേഷനായി നാം തന്നെ ഇവിടെ മാറുകയാണ്. പക്ഷേ അത് ചെറിയ റിഫ്ലക്ഷനുകളിൽ മാത്രം ഒതുക്കി നിർത്തരുത് എന്നാണ് പറഞ്ഞു വന്നത്. അതായത് നാം തന്നെ നമ്മുടെ സ്റ്റോറി എഴുതി തുടങ്ങണം. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് ഞാൻ ഇതുവരെ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തത്, ചെയ്തത് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ആ കാര്യത്തിൽ നല്ല ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് സെൽഫ് എസ്റ്റീം ടു യു. നമ്പർ 2, പോയിന്റ് ഓഫ് പ്രൈഡ്. നമ്മിലൊരു നല്ല ശതമാനം ആളുകളും തന്നെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു തീർക്കണം, എനിക്കിതൊക്കെ നേടണം എന്ന ആഗ്രഹമുള്ളവരായിട്ട് പോലും അതൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തവരും അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും മുതിരാത്തവരുമായിരിക്കും. ആക്ച്വലി ഇതത്ര വലിയ കുഴപ്പമൊന്നുമല്ല, അല്പം നാച്ചുറലായ കാര്യവുമാണ്. തോറ്റുപോകുമോ എന്നുള്ള ഭയം, ആത്മവിശ്വാസത്തിലുള്ള കുറവ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മെ നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പോയിന്റ് ഓഫ് പ്രൈഡ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെക്കണം എന്നുള്ളത് കൊണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. അവിടെയാണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് പ്രൈഡ് കണ്ടെത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നായാലും മതി. അതായത് നിങ്ങൾക്കൊരു പുസ്തകം എഴുതി തീർക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ പോയിന്റ് ഓഫ് പ്രൈഡ് എന്ന് പറയുന്നത് ഒരേ ഒരു ചാപ്റ്റർ എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ എഴുതാനുള്ള ഒരു മോട്ടിവേഷൻ ആവും. ഒറ്റ ചാപ്റ്റർ എഴുതാനുള്ള ഇൻസ്പിറേഷൻ കണ്ടെത്തണം, പക്ഷേ അത് സിമ്പിളാണ്. അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കും. സോ പ്ലീസ് ഡു ഫൈൻഡ് യുവർ പോയിന്റ് ഓഫ് പ്രൈഡ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ അങ്ങ് ആകാശത്തോളം ഉയർത്താൻ പോകുന്ന ഏറ്റവും വലിയ ടെക്നിക്കായിരിക്കും അത്. നമ്പർ 3, സ്റ്റഡിയിങ് യുവർ സെൽഫ്. നമ്മുടെ സംസാര ശൈലി മാറ്റുന്നത് വഴി പോലും നമുക്ക് നമ്മുടെ ആത്മാഭിമാനം ഉയർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉദാഹരണത്തിന്, നാം നമ്മെക്കുറിച്ച് തന്നെ ക്രിട്ടിക്കലായി സംസാരിക്കുന്നവരാകാം, നമ്മുടെ തന്നെ വിജയങ്ങളെ, സക്സസിനെ താഴ്ത്തി കിട്ടുന്നവരാകാം, നമ്മുടെ തന്നെ നേട്ടങ്ങളെ വില കുറച്ച് കാണുന്നവരാകാം, മറ്റുള്ളവരുടെ മൂല്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരും അതിന് മാത്രം വില നൽകുന്നവരുമാകാം. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാം ഇതൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല എന്നതാണ്. സോ എങ്ങനെ ഈ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാം? ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശൈലി നിങ്ങൾ തന്നെ പഠിക്കുക. നിങ്ങളിപ്പോൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന രീതി നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകളെ വില കുറച്ച് കാണുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷത്തിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ചുമ്മാ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ മോശം സംസാരങ്ങളെ മാത്രം ക്രിട്ടിക്കലായി ഇവാലുവേറ്റ് ചെയ്യുക. ശേഷം നല്ല ഓൾട്ടർനേറ്റീവുകൾ ഉപയോഗിച്ച് അത് മാറ്റിയെടുക്കുക. ആദ്യമൊക്കെ നമുക്ക് ഈ മെത്തേഡിൽ വലിയ മാറ്റം ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ തീർച്ചയായും ശ്രമിച്ചു നോക്കുക. നമ്പർ 4, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മുടെ ആത്മാഭിമാനം കുറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്.
നിങ്ങളുടെ തന്നെ തെറ്റുകളെ ക്ഷമയോടെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ നിങ്ങൾ ഉയർത്തുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം നേടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് സങ്കല്പിക്കുക. സത്യത്തിൽ അതങ്ങനെയാണ്. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നിന് കോട്ടം തട്ടുമ്പോൾ 2 അപ്രോച്ചുകളിൽ നമുക്കതിനെ കാണാം. 1, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പഴയതുപോലെ തുടരാം. 2, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറാം. ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് വിമർശിക്കും, കുറ്റപ്പെടുത്തും, നിങ്ങളോട് തന്നെ നിങ്ങൾ ദേഷ്യം സൂക്ഷിക്കും. പക്ഷേ ഈ 2 അപ്രോച്ചുകളും ഒരേ സമയം നിങ്ങൾ നല്ലവരായിരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ട് സംഭവിച്ചു പോകുന്നവയാണ്. ഈ 2 അപ്രോച്ചുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എല്ലായ്പ്പോഴും നല്ലവരാകാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ തെറ്റുകളോട് മനഃപൂർവ്വം അല്പം ക്ഷമ കാണിച്ചാൽ മതി. മിസ്റ്റേക്കുകൾ സ്വാഭാവികമാണ്, അത് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ കുറവുകളെ, തെറ്റുകളെ, പരാജയങ്ങളെ അംഗീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങളോട് തന്നെ ക്ഷമിക്കുന്നത് വഴി പതിയെ പതിയെ ആത്മാഭിമാനത്തിൻ്റെ ഓരോ പടികളും ചവിട്ടിക്കയറാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു തവണ എന്തെങ്കിലുമൊക്കെ അബദ്ധം നിങ്ങളിൽ നിന്ന് സംഭവിക്കുമ്പോൾ ജസ്റ്റ് വെയിറ്റ് ഫോർ എ മിനിറ്റ് ആൻഡ് ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ ഞാനതെങ്ങനെ തിരുത്തണം? ദാറ്റ്സ് ഇനഫ്. ബിക്കോസ് ദി ഷോ മസ്റ്റ് ഗോ ഓൺ. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.